ഹലോ എവ്രി വൺ, കീമിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ബിടെക് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ 2024 ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് സംസ്ഥാനത്തെ 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും ബിടെക്കിൻ്റെ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നാളെ 11/9/2024 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. സ്റ്റുഡൻസിന് അന്നത്തെ ദിവസം രാവിലെ തന്നെ 8 o'clock മുതൽ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ രജിസ്ട്രേഷനുള്ള ടൈം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ 1 മണിക്ക് ശേഷമായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റ് നടത്തപ്പെടുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള 1, 2, 3 ഘട്ട അലോട്ട്മെന്റുകൾ നടത്തിയതിനു ശേഷം വേക്കൻസി സീറ്റുകളുടെ എണ്ണത്തിലാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഇപ്പോൾ നടത്തപ്പെടുന്നത്. സ്പോട്ട് അഡ്മിഷൻ വരുന്ന വിദ്യാർത്ഥികൾ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരൊരു NOC ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് എയ്ഡഡ് പോലുള്ള കോളേജസ്, അതായത് കേപ്പ്, IHRD, LBS, CCE, SCT, QSAT ഈ ഒരു കോളേജ് ഒഴികെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു NOC ഹാജരാക്കേണ്ടത്. അതുകൂടാതെ ഈ സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നിലവിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആയാൽ പോലും അവർക്കൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ജനറൽ കാറ്റഗറി വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ 9,650 രൂപയാണ് ഫീസ് വരുന്നത്. കോഷൻ ഡിപ്പോസിറ്റ് 1000 ബാലൻസ് ആണ് ട്യൂഷൻ ഫീസുമായിട്ട് വരുന്നത്. കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് ത്രൂ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ആ ഒരു അഡ്മിഷൻ്റെ സ്ലിപ്പ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. ഇനിയിപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ അവർ പറയുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. CCE ഇഷ്യൂ ചെയ്തിരിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ. സെക്കൻഡ് വൺ +2ൻ്റെ മാർക്ക് ഷീറ്റ്. തേർഡ് വൺ ഡേറ്റാ ഷീറ്റ് ഇഷ്യൂഡ് ബൈ CCE, അതായത് CCEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഡേറ്റാ ഷീറ്റാണ്. നാലാമത് പറയുന്നത് SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമതായിട്ട് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വാലിഡ് പാസ്പോർട്ടോ നമുക്ക് കാണിക്കാവുന്നതാണ്. ആറാമതായിട്ട് അവർ പറയുന്നത് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് കാണിക്കാം, ഇല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ സെയിം ഇന്ത്യൻ വാലിഡ് പാസ്പോർട്ട് കാണിക്കാവുന്നതാണ്. 7th വൺ പറയുന്നത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് OBC കാറ്റഗറി അല്ലെങ്കിൽ SBC കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസ് ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. 8th വൺ EWS സർട്ടിഫിക്കറ്റ് ആണ്. അതായത് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതേണ്ടതാണ്. 9th വൺ പറയുന്നത് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് SC ST വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് ഹാജരാക്കേണ്ടതാണ്. 10th അവർ പറയുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. 11th വൺ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. നമ്മൾ ലാസ്റ്റ് പഠിച്ച കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് മേടിക്കേണ്ടത്. 12th വൺ അവർ പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്നുള്ള ഒരു റെലവൻറ്റ് ഫോർമാറ്റ് നമ്മളുടെ ഓൾറെഡി ആ ഒരു പ്രോസ്പെക്ടസിനകത്ത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിനെ ഗവൺമെൻറ് സർജനോ അല്ലെങ്കിൽ മെഡിക്കൽ സർജനോ ആയിട്ടുള്ള ഒരാളിനെ കൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതുകൂടാതെ അടുത്തതായിട്ട് പറയുന്നത് പാസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് ഇപ്പം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി. പാസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ചില ബോർഡുകാർ മാത്രമാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ ഏതെങ്കിലും ഒരു എലിജിബിലിറ്റി കാറ്റഗറിയിലോ ക്രൈറ്റീരിയയിലോ അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് അവർ കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് അവർ പറയുന്നത് റെസിപ്റ്റ് ആണ്. അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്തത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഫീയുടെ റെസിപ്റ്റ് കയ്യിൽ കരുതേണ്ടതാണ്. ലാസ്റ്റ് വൺ അവർ പറയുന്നത് പ്രിൻ്റ് ഔട്ട് ആണ്. രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. നമുക്ക് ഈ രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നീട് നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്, 7-8 ഡോക്യുമെൻറ്റ്സ് അവർ പറയുന്നുണ്ട്. ആ ഒരു 8 ഡോക്യുമെൻറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കയ്യിൽ കരുതേണ്ടതാണ്. ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അവർ പറയുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. സെക്കൻഡ് വൺ ഡേറ്റാ ഷീറ്റാണ് കീമിൻ്റെ. തേർഡ് വൺ പറയുന്നത് ആർക്കിടെക്ചർ കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ നാറ്റായുടെ സ്കോർ കാർഡ്. ഫോർത്ത് വൺ പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഫിഫ്ത്ത് വൺ നമുക്ക് പ്രൂഫ് ആണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ കയ്യിൽ കരുതാവുന്നതാണ്. 6th വൺ പറയുന്നത് മാർക്ക് ലിസ്റ്റ് ആണ്. അതായത് ഹയർ സെക്കൻഡറി +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ആണ്. 7th വൺ പറയുന്നത് പാസ് സർട്ടിഫിക്കറ്റ് ആണ്. അതില്ലെങ്കിലും കുഴപ്പമില്ല.
8.1 പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ EWSO കമ്മ്യൂണിറ്റിയോ നോൺ ക്രീമി ലെയറോ ഏത് കാറ്റഗറി ആയിക്കോട്ടെ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഒരു 8 സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി മസ്റ്റായിട്ട് കയ്യിൽ കരുതി അത് അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന NOC സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് ആണ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു കീമിൻ്റെ തന്നെ അപ്ഡേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതും കാണാനായിട്ട് സാധിക്കുന്നതാണ് ആ സ്പോട്ട് അഡ്മിഷൻ്റെ. അതുകൂടാതെ അതിൽ താഴെ തന്നെ നമുക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ NOC ഫോം എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NOC സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോം കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ആ ഒരു ഫോം നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കൺസേൺ അതോറിറ്റീസിനെ അടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് NOC ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിനകത്ത് പറയുന്നത് NOC ഫോമിനകത്ത് പറയുന്നത് മെയിൻലി നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പേര്, ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിനാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്, അഡ്മിഷൻ നമ്പർ, അത് കീമിൻ്റെ ക്വാളിഫയിങ് മാർക്ക് വെച്ചിട്ടായിരിക്കും ഒരു ബേസ് വരുന്നത്. ഇതുകൂടാതെ നമ്മളുടെ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന ഡേറ്റ് GC തൃശ്ശൂരിലോട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അപ്പോൾ ഈ ഒരു പ്രൂഫ് നിങ്ങളുടെ കൺസേൺ അതോറിറ്റി ഏതൊരു കോളേജിൻ്റെ ആയിക്കോട്ടെ ആ അതോറിറ്റി കൊണ്ട് സൈൻ ചെയ്ത് ഫില്ല് ചെയ്ത് മേടിക്കേണ്ടതാണ്. ഈ ഒരു NOC ആണ് നമ്മൾ സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ കീമിൻ്റെ പുതിയ അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും ഡീറ്റെയിൽഡ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് ലഭിക്കാൻ വേണ്ടിയിട്ട് വിക എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ? എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.